ഇതൊരു ആൾട്ടോണ്ണൂറിൻ്റെ ഹെഡ്ലൈറ്റാണ്. ഇപ്പോൾ പുതിയത് നമ്മൾ ഫിറ്റാക്കിയത് കേട്ടോ. അതിൻ്റെ ഗ്ലേസിങ് കാര്യങ്ങളെല്ലാം കണ്ടില്ലേ. അപ്പം പഴക്കമുണ്ട്, വണ്ടിക്ക് 10 വർഷത്തോളം പഴക്കമുണ്ട്. അപ്പം രണ്ടാമത്തെ ഹെഡ്ലൈറ്റ്, ഇപ്പുറത്തെ റൈറ്റ് സൈഡിലെ ഹെഡ്ലൈറ്റ് ഉണ്ടോ, മങ്ങി തീരെ മോശമായിട്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ ഇതൊന്ന് എങ്ങനെയെങ്കിലും പോളിഷ് ചെയ്തിട്ട് ഇതേപോലെ തന്നെ ഗ്ലേസിങ് ആക്കാൻ വേണ്ടിയിട്ടാണ് നോക്കുന്നത്. എന്തായാലും നമ്മളൊന്ന് പോളിഷിങ് ചെയ്ത് നോക്കാം നമുക്ക്. ഇതേപോലെ തന്നെ അപ്പുറത്തതുപോലെ തന്നെ ഇതേപോലെ തന്നെ ഇപ്പുറത്തതും കറക്റ്റായിട്ട് വരുമോ എന്നുള്ളത് നോക്കാൻ വേണ്ടിയിട്ടാണ്. ഇത് 2000-ൻ്റെ പേപ്പർ വെച്ചിട്ട് കട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കട്ട് ചെയ്തിട്ട് മൊത്തം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ മേലെ ഒരു വളരെ മങ്ങിയ രീതിക്കാണുള്ളത്. അപ്പോൾ അത് മാറുമോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് കട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇത് കട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് ഇതാ റബ്ബിങ് ഇടുവാണ്. റബ്ബിങ് കോമ്പൗണ്ട് ഇതേപോലെ എല്ലാ സ്ഥലങ്ങളിലും കറക്റ്റായിട്ട് ഇടുക. പോളിഷ് ചെയ്യുകയാണ്. പോളിഷ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. മാറ്റങ്ങളിലേക്ക് വരുമെന്ന് തോന്നുന്നു. അത് കഴിഞ്ഞ് വാക്സ് ഇടാനുണ്ട്. എന്തായാലും വളരെ മോശമായിട്ടുള്ള ഹെഡ്ലൈറ്റ്. ഒരു പരിധി വരെ ഇതിനൊരു മാറ്റം വരും, അല്ലെങ്കിൽ രണ്ടും രണ്ട് രീതിക്ക് ഇരിക്കും. അപ്പോൾ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അത് കാണുമ്പോൾ വളരെ മോശമാണല്ലോ. അപ്പോൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു സൈഡ് നല്ല ഗ്ലേസിങ് ആയിട്ടും ഇരിക്കും, അതേപോലെ തന്നെ റൈറ്റ് സൈഡ് തീരെ മങ്ങിയതായിട്ടും ഇരിക്കും. അപ്പോൾ അതിനൊരു മാറ്റം വരാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു പോളിഷിങ് ചെയ്തിട്ട് വിടുന്നത്. അപ്പം പിന്നെ പുതിയത് മാറണമെന്നില്ല, ഒരേപോലെ ആകാൻ വേണ്ടിയിട്ട് ഇതൊന്ന് പോളിഷ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിലും നമുക്ക് പരമാവധി പുതിയതുപോലെ ആക്കിയെടുക്കാൻ പറ്റും. എന്തായാലും പോളിഷിംഗ് എല്ലാം കഴിഞ്ഞു. ഇത് നമ്മൾ നോക്കിയാൽ പുതിയതുപോലെ നല്ല ഗ്ലേസിങ്ങിലേക്ക് മാറിയിട്ടുണ്ട്. ഇത് അതുപോലെ തന്നെ ഇതാ ഉണ്ടല്ലേ, നല്ല ഗ്ലേസിങ്ങിലേക്ക് മാറി. അതായാലും ഇപ്പുറത്തെ ഹെഡ്ലൈറ്റും റൈറ്റ് സൈഡിലെ ഹെഡ്ലൈറ്റുമായിട്ട് ഏകദേശം ഒരുപോലെ ആയിട്ടുണ്ട്. പരമാവധി ഗ്ലേസിങ്ങിലേക്ക് അത് മാറി. ഇങ്ങനെ പോളിഷ് ചെയ്തിട്ടുണ്ടെങ്കിൽ പരമാവധി ഗ്ലേസിങ്ങിലേക്ക് അത് മാറിക്കിട്ടും.